അത്തർജുമത്തു നഷാത്തുൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞത് ഒരു ആക്ടിവിറ്റിയാണ്. ഔ അമലിയ, അതല്ലെങ്കിൽ അതൊരു പ്രോസസ്സാണ്. ഔ മിഹിന, അതുമല്ലെങ്കിൽ അതൊരു ജോലിയാണ്. തളുമു തഫ്സീറ മാന നസ്സിൽ മക്തൂബ്, ഒരു എഴുതപ്പെട്ട ഒരു ഉദ്ധരണിയുടെ അർത്ഥം അത് വിശദീകരിക്കുന്ന ഇതിന്റെ ഒരു ഉൾക്കാമ്പാണ്. ഫി ഇഹ്ദൽ ലുഗാത്ത്, മറ്റു ഭാഷകളിൽ. വ ഇൻതാജ് നസ്സി ആഖിരിൻ ജദീദ്, എന്നിട്ട് പുതിയൊരു ഉദ്ധരണി പ്രൊഡക്റ്റ് ചെയ്യുക. ഫി ലുഗത്തിൻ ഉഖ്റ, മറ്റൊരു ഭാഷയിൽ. യുആദിലുഹു, ഈ എഴുതപ്പെട്ട ഈ ഭാഷയുടെ എഴുതപ്പെട്ട ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ഇതാക്കുള്ളൂ. അപ്പൊ അതിന് സമാനമായ, യുആദിലുഹു എന്ന് പറഞ്ഞാൽ യുസാവിഹി എന്നർത്ഥം. അതായത് അതിന് സമാനമായ, അതിന് സാമ്യമായ മറ്റൊരു ഭാഷയിലേക്ക്, പുതിയൊരു ഭാഷയിലേക്ക് ഒരു ഉദ്ധരണി മൊഴിമാറ്റം ചെയ്യുക. ഇതിനാണ് തർജുമ എന്ന് പറഞ്ഞത്. ആ തർജുമത്തു ആയുധൻ, അതുപോലെ തന്നെ തർജുമ എന്ന് പറഞ്ഞാല് തോറഫു, അത് അറിയപ്പെടുന്നു. പിന്നെ അക്കിലി നസ്സിൻ, ഒരു ഉദ്ധരണി മാറ്റപ്പെടുന്നതിന് മീൻ ലുഗത്തിൽ അസ്ലിയ, ഒരു അടിസ്ഥാനപരമായ ഭാഷയിൽ നിന്ന്. അല്ലത്തി കുത്തിബ ബിഹ, അത് എഴുതപ്പെട്ട അടിസ്ഥാനമായ ഭാഷ. ഇലാ ലുഗത്തിൻ ഉഖ്റ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നത്. മാ ഇൽത്തിസാമി ബി നഖ്ലിൽ കലിമാത്തിൻ ബി ത്വരീഖത്തിൻ സഹീഹ ലിതതശാബഹ മഅ മആനിഹ അൽ അസ്ലിഹ ഹത്താ ലാ യുസബ്ബിബു അയ്യ തഅവീരിൻ ഫി മഅന ദസ്സിൽ അസ്ലി. അതായത് യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും ഒരു മാറ്റവും കൂടാതെ, ഒരു മാറ്റത്തിനും വിധേയമാകാത്ത രീതിയിൽ യഥാർത്ഥ അർത്ഥത്തോട് കൂടിയിട്ട് അതിനോട് സാമ്യമായ രീതിയിലും വളരെ ശരിയായിട്ടും ആയ മെത്തേഡിലൂടെ ഒരു കലിമത്തുകളെ മൊഴിമാറ്റം ചെയ്യുക. ആ മൊഴിമാറ്റം ചെയ്യുന്നതിന് എന്താണ്, അത് മറ്റ് ഭാഷയിലേക്ക്, എഴുതപ്പെട്ട ഭാഷയിലേക്ക് മാറ്റുന്നതിന് എന്ത് പറയും, അതിനും തർജുമ എന്ന് പറയും. ആ തർജുമത്ത് കമാ യഖൂലു ഖുബറാഉൽ ഇൽം, അതുപോലെ തന്നെ ഭാഷയിലെ പണ്ഡിതന്മാർ, എക്സ്പേർട്ടുകള്, അവർ പറഞ്ഞതുപോലെ അന്നഹ തഅനി നഖ്ലു മഅന നസ്സിൽ അസ്ലി, അത് ഒരു ഭാഷയിൽ നിന്ന്, അടിസ്ഥാനപരമായ ഭാഷയിൽ നിന്ന് മൊഴിമാറ്റം ചെയ്തതാണ്. ഇലാ ലുഗത്തിൻ ഉഖ്റ, മറ്റൊരു ഭാഷയിലേക്ക്. നഖ്ലൻ സഹീഹൻ, വളരെ ശരിയായിട്ട്. വസലീമൻ, കുറ്റമറ്റതായിട്ട്. ബിദൂനി തഅയീരിൻ, ഒരു മാറ്റം ഇല്ലാതെ. മദലൂലാത്തിൻ ഐ മആനിഹ കലിമാത്തഹ, അതിന്റെ ഒരു പദത്തിന് പോലും ഒരു മാറ്റം ഇല്ലാതെ വളരെ ശരിയായ, വളരെ പെർഫെക്റ്റ് ആയിട്ട് മൊഴിമാറ്റം ചെയ്യുന്നതാണ് യഥാർത്ഥ ട്രാൻസ്ലേഷൻ എന്നാണ് പറഞ്ഞത്. നസ്സു ലുഗത്തിൽ മുതർജിം, ഇവിടെ ഒരു ഭാഷയിൽ നിന്നും മൊഴിമാറ്റം ചെയ്യുന്നത്, അതിനെ പേര് പറയും മിൻഹ തുസമ്മ ലുഗത്തുൽ മസ്ദർ, അത് സോഴ്സ് ലാംഗ്വേജ്. ഇപ്പോൾ അറബി ഭാഷയിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് ലാംഗ്വേജ് അറബി ഭാഷയാണ്. ലുഗത്തുൽ മുതർജം ഇലൈഹ തുറഫു ബിലുഗത്തുൽ ഹദഫ്, അത് ഏത് ഭാഷയിലേക്കാണോ അത് മൊഴിമാറ്റം ചെയ്യുന്നത് അതിന് ടാർഗറ്റ് ലാംഗ്വേജ് ലുഗത്തുൽ ഹദഫ് പറയും. ഇപ്പോൾ അറബി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറ്റണമെങ്കിൽ അറബി ഭാഷയെ സോഴ്സ് ലാംഗ്വേജ് എന്നും ഇംഗ്ലീഷ് ഭാഷയെ ടാർഗറ്റ് ലാംഗ്വേജ് എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഏത് ഭാഷയിൽ നിന്നാണോ മാറ്റപ്പെടുന്നത് ആ ഭാഷയെ സോഴ്സ് ലാംഗ്വേജ് എന്നും, ഏത് ഭാഷയിലേക്കാണോ മാറ്റുന്നത് ആ ഭാഷയെ ടാർഗറ്റ് ലാംഗ്വേജ് എന്നും പറയുന്നു. ഓക്കെ, അഫിൽ ലുഗത്തിൽ ഇൻജിലീസിയ, ഇംഗ്ലീഷ് ഭാഷയിൽ അത്തർജമ, ഇംഗ്ലീഷ് ഭാഷയിൽ തർജമ എന്നാണ് ട്രാൻസ്ലേഷൻ ഉണ്ടായത്. അല്ലത്തി തർജു അസ്ലൻ ഇലാ ലുഗത്തിൽ ലാത്തീനിയ, അത് അടങ്ങുന്നത് ലാറ്റിൻ ഭാഷയിലേക്കാണ്. വഹിയ തദുല്ലു ഐ നഖ്ലിൻ ഔ തഹ്വീൽ, അതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അത് സൂചിപ്പിക്കുന്നത് എന്താണ്, മൊഴിമാറ്റം അല്ലെങ്കിൽ ഒരു മാറ്റം എന്നുള്ളതാണ്. അഷഖ്സുല്ലദി യതർജുമു നസ്സ്, അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാൻസ്ലേഷൻ ചെയ്യപ്പെടുന്ന വ്യക്തി അറിയപ്പെടുന്നത് യുറഫു ബിൽ മുത്തർജിം എന്നുള്ള പോലെ. വഖദ് യകൂനു ഷഖ്സൻ, അതൊരു പക്ഷേ ഒരു വ്യക്തിയായേക്കാം. ഔ ജിഹാസൻ, അല്ലെങ്കിൽ ഒരു ഉപകരണമായേക്കാം. ഔ മിസ്ല ഹാസുബ്, കമ്പ്യൂട്ടർ പോലെ. ഔ തത്ബീഖ്, ആപ്ലിക്കേഷൻ പോലെ. ഇന്നിപ്പോൾ ജെമിനി, ചാറ്റ് GPT ഒക്കെ എന്ത് ചെയ്യും, അതൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യും. നമ്മൾ ഒരു ട്രസ്റ്റ് കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതൊക്കെ ട്രാൻസ്ലേറ്റ്, അപ്പോൾ അതൊക്കെ ഒരു തത്ബീഖാണ്. അല്ലെങ്കിൽ ഒരു ഹാസിബാണോ, അല്ലെങ്കിൽ ജിഹാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഷഖ്സ് ആയിരിക്കും, ബർനാമിജ് അല്ലെങ്കിൽ പ്രോഗ്രാം ആയിരിക്കും. ബർനാമിജ് ഹാസിബ് അല്ലദി യഖൂമു ബിനഖ്ലിൽ കലാം ഔ നസ്സ് മിനൽ ലുഗത്തിൽ അസ്ലിയ ഇലാ ലുഗത്തിൻ ഉഖ്റ, യഥാർത്ഥ അടിസ്ഥാനപരമായ ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഫകുല്ലു ഷഖ്സിൻ, ഓരോ ഷഖ്സിനും ലഹു ഉസ്ലൂബുൻ ഖാസുൻ,
അതിനൊരു പ്രത്യേക പിന്നെ എന്തുണ്ടാവും, ശൈലി ഉണ്ടാവും. വന്നാദിറു ഫി തർജുമ, അതുപോലെ തന്നെ വേറെ ഒരു വ്യതിരിക്തമായ ഒരു എന്താ പറയാ അപൂർവമായ ഒരു ഇതുണ്ടാവും. അപ്പൊ യജിബു അൻ യബ്തഇദൽ മുതർജിം, അതുകൊണ്ട് തന്നെ മുത്തർജിമിന് അകലെ നിൽക്കൽ അനിവാര്യമാണ്. അനി തർജുമത്തിൽ ഹർഫിയ, പദാനുപദം എന്താണ് പറയാ, ഹറഫുകളുടെ ഹറഫ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുന്നത് അത്ര നല്ല കാര്യമില്ല. കാരണം കാരണം അതെന്ത് ചെയ്യും, അത് യുഅദ്ദി, അത് നയിക്കും, ബിഹി, ആ നയിക്കും എന്ത് ചെയ്യും, ഇലൽ ഫഷിൽ, പരാജയത്തിലേക്ക് നയിക്കും, ഫി സിആത്തി നസ്, ഒരു ഉദ്ധരണി അത് വാർത്തെടുക്കുന്ന സമയത്ത്, ഒരു ഇതിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ അറബി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പദാനുപദം ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓരോ ഹർഫുകൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് ഭാഷയുടെ ആ സ്ട്രക്ചർ, ആ ഒരു പിന്നെ ഗ്രാമറൊക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് തെറ്റാകും, അത് പരാജയത്തിലേക്ക് പോകും എന്നർത്ഥം. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പിന്നെ ഒരു മുത്തർജിം നിൽക്കാൻ പാടില്ല, അതിൽ നിന്നും അകലണം എന്നർത്ഥം. ഓക്കെ.